ഷിൻജാനെ മതിയായില്ലാടാ, ഓടിച്ചോടിച്ച് ഞാൻ തന്നെ മടുത്ത്. അണ്ണാ പക്ഷേ ഒരു പ്രശ്നം, നല്ല സുഖം. നീ അവിടെ ഫ്രണ്ടിൽ കയറി ഇന്നാ, എനിക്കല്ലേ ഓടിക്കാൻ ബുദ്ധിമുട്ട്. ശരി അണ്ണാ. എന്തായാലും ഞാൻ ഓടിക്കുന്നതാണെങ്കിലും പക്ഷെ എനിക്കും പോവാനൊരു വൈബുണ്ട്. അണ്ണാ എന്നാ കുറച്ച് നേരം കൂടെ. ശരി. ഓക്കെ ഗേസ്, ഞാനാണെങ്കിലേ ഇവന്മാരെ കൊണ്ടൊന്ന് കറങ്ങാൻ ഇറങ്ങി വീട്ടിലിരുന്ന് സ്വൈരം തരത്തില്ല, അതുകൊണ്ട് എടുത്തോണ്ടെങ്കിൽ പോന്ന്. അണ്ണാ നല്ല വൈബ്. പിടിച്ചിരുന്നോ? അയ്യോ അണ്ണാ കഴിഞ്ഞ. ഇത്രയേ ഉള്ളൂ, ഞാൻ മടുത്ത്. നാളെ നമുക്കേ വേറെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോവാം. അണ്ണാ എൻ്റെ ഒരു ഡൗട്ട്, അവിടെ എന്താ അണ്ണാ ഒരു വലിയ പൈപ്പ്? പൈപ്പാ? എവിടെ? വേണ്ട മുമ്പിൽ നോക്ക്. ശരി, അത് ഞാൻ കണ്ട്. അതുപോലെ സ്റ്റൺ റേസും ആയിരിക്കടാ. അണ്ണാ. അയ്യോ ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയി. ഹേ ഗൈസ്, അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും മാസ്കോ ഫൺ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ ചങ്കും മച്ചന്മാർക്കും സ്വാഗതം. അണ്ണാ അതൊക്കെ പിന്നെ പറയാം, നമുക്കവിടെ ഒന്ന് പോയി നോക്കിയാലോ? ആടാ നോക്കാം. നമ്മുടെ ഡ്രൈവറിൻ്റെ വീടിൻ്റെ അടുത്താ. ശരിയാ. ഓക്കെ, ഇവിടെ എന്താടാ സംഭവിക്കണേ? അങ്ങോട്ട് നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. ചാടറാ. വണ്ടി പവർന്ന് എടുക്കുന്നില്ലല്ലോ. കയറാം. നമ്മുടെ വണ്ടിക്ക് ബൂസ്റ്റർ ഉണ്ട്, അതിട്ടാ വണ്ടി പറക്കും. ചാടി വന്ന് ഇനി കുറച്ചും കൂടെ കയറാറുണ്ട്. അണ്ണാ വേപ്പല്ലേ, ചിലപ്പോൾ അതിനകത്ത് പെട്ടും. ഇവിടെ എത്തി. അണ്ണാ ഇതെന്തോ സ്റ്റൺ റേസാ? ആടാ. അയ്യോ, അതിനകത്ത് തലയിടുമ്പോൾ തന്നെ ചത്ത് തലയിറങ്ങും. കൊള്ളാം എന്തായാലും. അണ്ണാ അതെന്താ അതിനകത്ത്? ഞാനും കൂടെ നോക്കട്ടെ. എടാ അതിനകത്തൊന്നുമില്ല, നീ പോവല്ലേ, താഴെ എല്ലാം വീഴ്. അമ്മച്ചി ഞാൻ എന്താ പോണേ? അയ്യോ പാരച്ചൂട്ടുണ്ടായിരുന്നു. അയ്യോ ഇടിച്ചും തള്ളി വീണുന്നേ. മൂഞ്ചി. കുഴപ്പില്ല. എടാ അണ്ണാ, അണ്ണാ പിഞ്ചാനെ രക്ഷിക്കടാ. അയ്യോ ഇവിടെ ലോക്കായോ? പെട്ട്. എടാ പിഞ്ചാനുണ്ടോ നിന്നെ രക്ഷിക്കാൻ? ഇതാ വന്നടാ, നിന്നെ കൊണ്ടാ ഞാൻ പോള്. അമ്മച്ചി, ഞാൻ നൈസായിട്ട് തലടിച്ച് വീണ്. കുഴപ്പമില്ല. എടാ വാ നമുക്ക് പോവാം. അല്ല ഇതെങ്ങനെ പുറത്തേക്ക് വന്നേ? എടാ മണ്ട വാഴേ കഴുതേ, നീ എന്തിനാടാ എടുത്ത് ചാടിയേ? ഷിൻജാൻ അറിയാതെ വേണ, നീ എന്തിനാടാ മനഃപൂർവ്വം എടുത്ത് ചാടിയേ? മണ്ടൻ. ഡാ കിഴങ്ങ, എന്നെയൊക്കെ കുറിച്ച് അണ്ണം പറഞ്ഞേ. കിഴങ്ങന്നാ? എന്നാ? എന്തെങ്കിലും ആവട്ടെ, അത് നമ്മൾ രണ്ടുപേരും പെട്ട്. എന്നുവെച്ചാ ചെയ്യാ. അണ്ണാ ഞങ്ങളെ രക്ഷിക്കേ. എടാ ഞാൻ രക്ഷിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഇതിനകത്തിരിക്കും. നിങ്ങളാ? ഞാൻ രക്ഷിക്കുന്നത്, ഞാൻ ചുമ്മാ ഇവിടെ വന്ന് ഫുഡ് ഇട്ട് വരാം, നിങ്ങൾ ഓടിച്ച് തിന്നു. അണ്ണാ ചുമ്മാ ചുമ്മാ. ഓക്കെ ഗേസ്, അങ്ങനെ ഇവന്മാർ മനഃപൂർവ്വം എടുത്ത് ചാടി. ഷിൻജാൻ അറിയാതെ പോയി. ഓക്കെ നമുക്കെന്തായാലും നേരെ ഒരു ഹെലികോപ്റ്റർ വേണം. അതുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാം, ചെറുത്. നമുക്ക് ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട്, അവിടെ പോയി നോക്കാം. ഓക്കെ. നമ്മുടെ വണ്ടിക്ക് ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നന്നായി. ഇത് പിന്നെ ഞാൻ സിമിയോൻ്റെ ഷോറൂമിൽ നിന്ന് ഒരു കഥ ഉണ്ടാക്കിയിട്ട് വന്നതാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു ഫുൾ സ്റ്റോറി ഉണ്ട്. എടുത്തതാ, പക്ഷെ ഇടാൻ മറന്നുപോയി. കുഴപ്പമില്ല. ഓക്കെ, അത് ഞാൻ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു കമ്പ്യൂട്ടറിൻ്റെ. ഓക്കെ, അവിടെ ഇവിടെ മറ്റേ ഇത് ഇരിപ്പുണ്ട്, പ്ലെയിൻ. ഇത് മറ്റേ പ്ലെയിൻ നമുക്ക് ആശിലാക്കാം. മറ്റേ ഇത് വേണം, പിന്നെ ഹെലികോപ്റ്റർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി എടുത്ത് നേരെ ലോസ് ആൻഡോസ് മെയിൻ എയർപോർട്ടിലേക്ക് പോവാം. അവിടെ ഇല്ലെങ്കിൽ വേറെ ഒരു സ്ഥലം കൊണ്ടാവും, അങ്ങോട്ടും കൂടെ പോവാം. അതാണ് നമ്മുടെ മുമ്പിൽ ആകെയുള്ള വഴി. നമുക്ക് പെട്ടച്ചങ്ങ് വിടാം. പഠിക്കുന്ന ശ്വാസം, പഠിക്കുന്ന ശ്വാസം, പഠിക്കുന്ന കണ്ട കാട്ട് തോന്നിയാസം. ഓക്കെ,
ഗൈസ് പിന്നെ എനിക്ക് ഇപ്പം കിട്ടുന്ന കഴിഞ്ഞ ക്രിസ്മസ് തൊട്ടിട്ട വീഡിയോ പിന്നെ റൊണാൾഡോയുടെ കാർ അടിച്ച് മാറ്റിയ വീഡിയോ ഇട്ട് എനിക്ക് നല്ല റീച്ചാണ് കേട്ടോ. ഷോർട്സിനെക്കാട്ടി റീച്ച് ഇപ്പം ഇതിനാണ് എനിക്ക് തോന്നുന്നു കിട്ടുന്നത്. കാരണം ഒരു ദിവസം ഇട്ട വില ആയിരിക്കും, പക്ഷെ നമുക്ക് ഇപ്പോൾ കൂടുതൽ ഇതാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ തിരിച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ. എനിക്ക് ഇപ്പം തന്നെ നല്ല വ്യൂസ് ഉണ്ട്. മില്യണൊന്നും ആയില്ലെങ്കിലും കെ ഉണ്ടല്ലോ തോന്നി. ഇവിടെ കൊണ്ട് നമുക്ക് വണ്ടി ഇടാം. ഇവിടെ 3 ഹെലിപാഡ് ഉണ്ടായിട്ടും ഒരു പ്ലെയിൻ ഇല്ല. നാശം. ഒരു കാര്യം ചെയ്യാം, നേരെ പോയി നോക്കാം. ഇവിടിപ്പാ ആഹാ ഒന്നുമില്ല. ഇടവഴിയൊക്കെ എടുത്ത് പോകണം. ഐഡിയ. ഇവിടെ ഒന്നുമില്ല. നമുക്കൊന്ന് മറ്റേ സ്ഥലത്തേക്ക് പോവാം. ഒരു സ്ഥലമുണ്ട്, അവിടെ പോയാ അതാണ് മോനെ വില്ലൻ. പക്ഷെ അത് എന്തൊക്കെയാ ഏകപ്പെടാം. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇതാണ് സ്ഥലം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ് ചെയ്യണേ. ഓക്കെ, നമ്മൾ ഹെലികോപ്റ്റർ എടുക്കാൻ വന്നേക്കാണ്. ഓക്കെ, നമുക്ക് എടുത്തോണ്ട് പോവാം. ഇത് ലോക്കാണോ? അല്ല, സിമ്പിൾ. എടുത്തോണ്ട് പോവാം. അപ്പുറത്ത് മറ്റേ വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. നമുക്ക് ചെറുത് മതി. എടാ, ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ ഹെലികോപ്റ്ററിൻ്റെ ടോയ് ഹെലികോപ്റ്റർ പോലെ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിലൊരു സീറ്റേ ഉള്ളു. അവന്മാർ 3 പേരുണ്ട്. 2 പേരുണ്ട്. അപ്പോൾ നമ്മൾ എന്നെയും കൂടെ കൂട്ടിയാൽ 3 പേര്. കുഴപ്പമില്ല. നമുക്ക് നേരെ എങ്ങോട്ടല്ല ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പൈപ്പിൻ്റെ അവിടെ എത്തി. അയ്യോ, എന്താ കയറണമല്ലോ. അണ്ണാ അണ്ണാ, താറ ഒരു പൂച്ച കരയുന്നേ. അയ്യോ, നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് ഒടിഞ്ഞു പോയാൽ നമ്മളും താഴെ കിടന്ന് പെടും. അണ്ണാ, അതേതല്ലേ ഒരു പൂച്ച കടന്ന് കരയുന്നേ. ബെസ്റ്റ്. പിഞ്ചാന്തായാലും ഒരു മണ്ടൻ തന്നെ. അണ്ണാ, ഇതെവിടുന്ന ഹെലികോപ്റ്റർ? കൊള്ളാലോ. ബ്ലഡി ഫുൾ വന്ന് കേറാ. സോക്കെ അണ്ണാ. അണ്ണാ, എന്നാടാ പിഞ്ചാനി? അണ്ണാ, ഹെലികോപ്റ്റർ പറക്കുവോ? ഇല്ല, അതിന് പകരം ഹെലികോപ്റ്റർ വെള്ളത്തിൽ പോവും. വെള്ളത്തിൽ കൂടെ ഓടിപ്പോവും. എന്നാ വെള്ളത്തിൽ ഇട്ട് കാണിക്കോ? ബ്ലഡി ഫുൾ, നിന്നെ ഞാൻ വെള്ളത്തിൽ കൊണ്ട് താക്കും. അയ്യോ വേണ്ട. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ. പിഞ്ചാൻ വ്ളോഗ്സ്.